ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ നോമ്പിൻ്റെ 4-ാം ദിനത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യമാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. വിലാപങ്ങളുടെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്ന യിരെമ്യാ പ്രവാചകനാൽ വിലാപങ്ങളുടെ പുസ്തകം രചിക്കപ്പെട്ടതായി ചരിത്രം സാക്ഷീകരിക്കുന്നു. യെരുശലേമിലുണ്ടായ പതനത്തെ സംബന്ധിച്ച് പ്രവാചകനായ യിരെമ്യാ എഴുതിയ പുസ്തകമാണ് വിലാപങ്ങൾ. അയ്യോ എന്ന വിലാപസ്വരത്തോട് പ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകം തുടങ്ങുമ്പോൾ, ഒരു കാലത്ത് ജനനിബിഡമായിരുന്ന യെരുശലേം ഏകാന്തയാകുവാൻ കാരണമെന്താണ്? യഹൂദ പ്രവാസത്തിലേക്ക് പോകുവാൻ എന്താണ് കാരണം? 1-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ, കഷ്ടതയും കഠിനദാസ്യവും നിമിത്തം യഹൂദ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന യെരുശലേം നിവാസികളുടെ അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. വിശപ്പടക്കുവാൻ ആഹാരത്തിനു വേണ്ടി അവർ തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുത്തു കളഞ്ഞു. ഒരു നേരത്തെ വിശപ്പടക്കുവാനായി അവർ സ്വന്തമെന്ന് കരുതിയ പലതിനെയും വിറ്റുകളയേണ്ടതായ അവസ്ഥ. തങ്ങളുടെ ഭവനങ്ങൾക്ക് മോടികൂട്ടുവാൻ ശേഖരിച്ചു വെച്ചിരുന്ന മനോഹര വസ്തുക്കൾ ആഹാരത്തിനായി വിൽക്കുന്നത് കണ്ടിട്ട് പ്രവാചകൻ 12-ാം വാക്യത്തിൽ കൂടി ചോദിക്കുകയാണ്, കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? നാം ആയിരിക്കുന്ന ഇടങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നാം കണ്ണോടിച്ചാൽ ഇതേ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു നേരത്തെ ആഹാരത്തിനായി കരയുന്ന കുഞ്ഞുങ്ങൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിഷമിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, പ്രകൃതിയെ അതിജീവിക്കുവാൻ ഭവനമില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾ. അങ്ങനെയെങ്കിൽ പ്രവാചകൻ പരിശുദ്ധ നോമ്പിൽ കൂടി കടന്നു പോകുന്ന നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾ ഏതുമില്ലയോ? പരിശുദ്ധ നോമ്പ് കൊണ്ട് നമ്മുടെ ഇടുങ്ങിയ ചിന്തകളെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കപ്പെടണം. ഞാൻ ഭക്ഷണം വെടിയുന്നു എന്നതല്ല, പിന്നെയോ അതുകൊണ്ട് മറ്റൊരുവന്റെ വിശപ്പിനെ അടക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ആർഭാട ജീവിതത്തിൽ നിന്നും നാം ഉൾവലിയുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്നതായ ലാഭം അവരൻ്റെ കണ്ണുനീരിനെ ഒപ്പുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കപ്പെടണം. കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഉപവാസം കൊണ്ടും നമ്മുടെ നോമ്പ് കൊണ്ടും നമുക്കെന്ത് പ്രയോജനം ലഭിക്കും? യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നമുക്ക് കാണിച്ചു തന്ന നന്മയുടെ മാർഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാം, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഈ നോമ്പുകാലം ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ചിന്തിച്ചതായ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങളുടെ ചിന്തകളെ വിശാലപ്പെടുത്തണമേ. കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവരെ കാണുവാൻ തക്കവണ്ണം, അവരെ സഹായിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ പ്രാപ്തിയുള്ളവരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന നോമ്പ് വിശ്വസ്തയോടെ ആചരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. മാനമോടുന്ന് മൗത്തമോടുന്ന് സർവ്വതും യേശുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.